ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം. കാർഡിയോളജി. മുതിർന്ന ഒരാളുടെ ഹൃദയത്തിൻ്റെ ഭാരം. പുരുഷൻ 300 to 350 ഗ്രാം, സ്ത്രീ 250 to 300 ഗ്രാം. ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിനാവശ്യമായ സമയം 0.8 സെക്കൻഡ്. മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് 72/മിനിറ്റ്. നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് 130/മിനിറ്റ്. ആനയുടെ ഹൃദയസ്പന്ദന നിരക്ക് 25/മിനിറ്റ്. ഹൃദയസ്പന്ദന നിരക്ക് ഏറ്റവും കുറഞ്ഞ സസ്തനം നീലത്തിമിംഗലം. ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം പെരികാർഡിയം. പെരികാർഡിയത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം പെരികാർഡിയൽ ദ്രവം. മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. 2 ഏട്രിയം പെർ ഓറിക്കിൾ, 2 വെൻട്രിക്കിൾ. മനുഷ്യഹൃദയത്തിലെ മുകളിലത്തെ അറകൾ ഏട്രിയ. മനുഷ്യഹൃദയത്തിലെ താഴത്തെ അറകൾ വെൻട്രിക്കിളുകൾ. വലത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകൾ ഊർത്ത മഹാസിര. ഇടത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകൾ അധോ മഹാസിര. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര അധോ മഹാസിര. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം സ്വീകരിക്കുന്ന അറ വലത് ഏട്രിയം. ഹൃദയത്തിൻ്റെ വലത് അറയ്ക്കിടയിലെ വാൾവ് ട്രൈകാസ്പിഡ് വാൾവ്. ഹൃദയത്തിൻ്റെ ഇടത് അറകൾക്കിടയിലെ വാൾവ് ബൈകാസ്പിഡ് വാൾവ് അല്ലെങ്കിൽ മിട്രൽ വാൾവ്. അശുദ്ധരക്തം വഹിക്കുന്ന ഏക ധമനി ശ്വാസകോശധമനി. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ശ്വാസകോശസിര. ശ്വാസകോശത്തിൽ നിന്നും വരുന്ന ശുദ്ധരക്തം സ്വീകരിക്കുന്ന അറ ഇടത് ഏട്രിയം. ഹൃദയത്തിൻ്റെ ഇടത് ഏട്രിയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ ശ്വാസകോശസിര. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ മഹാധമനി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി മഹാധമനി. ഹൃദയഭിത്തിക്ക് രക്തം നൽകുന്നത് കൊറോണറി ധമനി. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിരകൾ പോർട്ടൽ സിരകൾ. ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികൾ വികസിക്കുന്നു. ഹൃദയം വിശ്രമിക്കുമ്പോൾ ധമനികൾ ചുരുങ്ങുന്നു. മനുഷ്യ ശരീരത്തിലെ വിശ്രമമില്ലാത്ത പേശി ഹൃദയപേശി. ഹൃദയസ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന വലത് ഏട്രിയത്തിന് മുകൾ ഭാഗത്തുള്ള പേശികൾ സൈനോ ഏട്രിയൽ നോഡിലെ പേശികൾ എസ് നോഡ്. വലത് ഏട്രിയത്തിന് മുകൾ ഭാഗത്തുള്ള സൈനോ ഏട്രിയൽ നോഡിലെ പേശികൾ കാണപ്പെടുന്ന ഭാഗമാണ് പേസ് മേക്കർ. ഹൃദയ അറകളുടെ സങ്കോചം സിസ്റ്റോൾ. ഹൃദയ അറകളുടെ വിശ്രാന്താവസ്ഥ ഡയസ്റ്റോൾ. ഒരു സിസ്റ്റോളും ഡയസ്റ്റോളും ചേർന്നതാണ് ഹൃദയസ്പന്ദനം. രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുമ്പോൾ ധമനികളിൽ ഉണ്ടാകുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ. രക്തം തിരിച്ച് ഹൃദയത്തിലെത്തുന്ന സമയത്ത് ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റോളിക് പ്രഷർ. മനുഷ്യരിൽ നടക്കുന്ന രക്തപര്യനം ദിപര്യനം. സിസ്റ്റമിക് പര്യനവും പൾമണറി പര്യനവും ചേർന്നതാണ് ദിപര്യനം. ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യനമാണ് സിസ്റ്റമിക് പര്യനം. വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യനമാണ് പൾമണറി പര്യനം.